ഹലോ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും എത്തി. അപ്പോൾ ഇപ്പോൾ ഇതിൽ കണ്ട ഹാക്ക് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ഐബ്രോസ് ഒക്കെ കുറഞ്ഞവർക്ക് അത് എത്രത്തോളം ഉപകാരമാണെന്ന് നോക്കാം. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ നോക്കി ലൈൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കിയിട്ടാണ് ഇത് ഫില്ല് ചെയ്തത്. ഇനി ഇതിനൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഓൾറെഡി ഞാനിവിടെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇവിടത്തോട്ടൊക്കെ എത്തുമ്പോൾ ഇതൊക്കെ യോജിപ്പിക്കണം. ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതിൻ്റെ റിസൾട്ട്. ഏകദേശം ഒന്ന് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. നമ്മൾ വരച്ചതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അത് ലൈൻ ഇട്ടതിന് ശേഷം പുറകിലോട്ട് പോകുമ്പം കുറച്ച് ഡാർക്കിലും മുന്നോട്ടേക്ക് വരുമ്പം കുറച്ച് തിക്നെസ് കുറച്ചിട്ടാണ് വരക്കേണ്ടത്. അതുപോലെയാണ് ഒന്ന് വരച്ചെടുക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും രണ്ട് പുരികം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്, ഐബ്രോവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്നുള്ളത്. ഒന്നിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. നമുക്കിനി അടുത്തത് ചെയ്യുക ഇതേപോലെ തന്നെയാണ് ചെയ്യുക. ജസ്റ്റ് ആ ലൈനുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഫസ്റ്റ് യോജിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പതിയെ വേണം യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ കയറി ഡാർക്കിൽ അങ്ങ് യോജിപ്പിക്കരുത്. ജസ്റ്റ് ഒരു ഷെയ്ഡ് പോലെ ഇട്ട് കൊടുക്കുക, ചെറിയ ലൈൻ. അതിന് ശേഷം പുറകിലോട്ട് തിക്നെസ് കൂട്ടിയിട്ട് മുന്നിലോട്ട് തിക്നെസ് കുറച്ചിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യമേ കയറി ഡാർക്കിൽ ചെയ്യരുത്. പുറകിലോട്ട് തിക്നെസ് ചെയ്യുന്നതും ആദ്യമേ ഡാർക്കിൽ ചെയ്യരുത്. കുറേ തവണയായിട്ട് നമ്മൾ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മുൻപിലോട്ടുള്ള ഭാഗങ്ങളിൽ ഡാർക്കായിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ ഇത്ര ഫിനിഷിങ് കിട്ടൂല. അപ്പോൾ ഇതൊക്കെ കാര്യമായി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ടും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നോക്കിയാലും മനസ്സിലാവും. അത്ര അടിപൊളിയായി വന്നിട്ടുണ്ട് ഫിനിഷിങ്. എത്ര നാച്ചുറൽ ലുക്കിലാണെന്നുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാനൊരു കോമ്പില്ലാത്തതുകൊണ്ട് മുൻപേ ഉണ്ടായ ഒരു ചീപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ എടുത്തേക്കുന്നത് പുരികത്തിന് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോൺസിൻ്റെ BB ക്രീമാണ്. ഞാനത് ഫേസിൽ യൂസ് ചെയ്യുന്നതാണ്. പോൺസിൻ്റെ BB ക്രീം പുരികത്തിന് ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുക്കുമ്പം ഒന്നിൻ്റെ മുകളിൽ ഓവർലാപ്പായിട്ട് വരാതെ ശ്രദ്ധിക്കണം. അതിലിടക്ക് എൻ്റെത് അങ്ങനെ വന്നിട്ടുണ്ട്. അത് എനിക്ക് ഉണ്ടായ അബദ്ധം നിങ്ങൾക്ക് വരരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നിൻ്റെ മുകളിലാവാതെ ശ്രദ്ധിക്കുക. അതേപോലെ കറക്റ്റ് ജസ്റ്റ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പുരികം ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ പൊട്ടുകൂടി വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ പൊട്ട് വെച്ചു. നമ്മളിപ്പോൾ പൊട്ടൊക്കെ വെക്കുമ്പോഴാണ് പുരി ഇങ്ങനെ ചില സമയം നമുക്ക് എടുത്ത് കാണിക്കുക. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഹാക്ക് 100% വർക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാനുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കും അത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.